ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്വിൽറ്റാണ്. ഇതുപോലത്തെ മെയ് മാസമാണ്, പക്ഷെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്, ഇത്തിരി തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് പുതയ്ക്കാം. നിലത്ത് ടൈലെല്ലാവരും ഇപ്പൊ വെട്രിഫൈഡ് ടൈലാണ്. അപ്പൊ അതിൽ ആ ടൈൽ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അത് ഇട്ടിരിക്കാം. അപ്പോൾ അത് ബ്ലാങ്കറ്റിന്റെ പോലെയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ ഉണ്ടാക്കാന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്വിൽറ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ വേസ്റ്റ് തുണിയുടെ പീസുകളൊക്കെ ഉണ്ട്. പഴയ ഡ്രസ്സും പിന്നെ തയ്ച്ചതിൻ്റെ ബാക്കിയൊക്കെ കുറേ പീസുകളുണ്ട്, കഷ്ണങ്ങൾ. അപ്പോൾ അത് എന്തായാലും കത്തിച്ച് കളയ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു അതെന്തെങ്കിലും റീസൈക്കിൾ ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പം അതെ, ഇന്നത്തെ ഇപ്പോൾ പരിപാടി ഇതാണ്, ഒരു ക്വിൽറ്റ് ഉണ്ടാക്കലാണ്. ഇതാണ് ഇതുപോലത്തെ. ഇത് നമുക്ക് നിലത്തിട്ട് ഇരിക്കാം, പിന്നെ പുതയ്ക്കാം. ഇപ്പോൾ നല്ല മെയ് മാസമാണ്, പക്ഷെ നല്ല നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പം ഇത്തിരി തണവ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വിട്രിഫൈഡ് ടൈൽസ് ഇട്ട വീടുകൾ, അപ്പോൾ നമുക്ക് പ്രാർത്ഥന എത്തിക്കാനൊക്കെ ഇതിട്ടിരിക്കാം. ഇത്തിരി കട്ടിയുള്ളത് കാരണം നമുക്ക് പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഒക്കെ ഇരിക്കാം, അല്ലെങ്കിൽ പുതയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ കുറേ വേസ്റ്റ് തുണികളുണ്ട്. ഇത് തയ്ച്ചതിൻ്റെ ബാക്കിയും പഴയ ഡ്രസ്സും അങ്ങനെ കേട്ടാ. അപ്പം ഇതിന് വേറെ യൂസൊന്നുമില്ല, ഇത് കത്തിച്ച് കളയാനേ പറ്റുള്ളൂ. അപ്പം ഇതിൽ നിന്ന് കുറച്ചെണ്ണം എടുത്ത് ഞാൻ മാസ്ക് ഉണ്ടാക്കി. പിന്നെ അങ്ങനെ അപ്പോൾ ഇതിന് വേറെ യൂസൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ പഴയ തുണികളുണ്ടാവില്ലേ, എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇഷ്ടം പോലെ. കത്തിച്ച് കളയാൻ മാത്രമേ കാര്യമുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് നല്ല കളറുകൾ, ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്തിരി ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ, അതെന്നാലും അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കളർഫുൾ ആയാലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കുറച്ച് തുണികൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ, റെയിൻബോ കളേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ എൻ്റെ കുറച്ച് നല്ല ഗ്രീനാണ്, പക്ഷേ ക്യാമറയുടെ പ്രോബ്ലം എന്ന് തോന്നുന്നത്. ശരിക്കും ഈ ഗ്രീൻ ഒരു ഡൾ ഗ്രീൻ ആയിട്ട് തോന്നും, പക്ഷേ നല്ല ഗ്രീനാണിത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് അയൺ ചെയ്ത് കൊണ്ടുവരാം, എന്നാലാണ് തയ്ക്കുമ്പോഴും ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പം ഞാനൊന്ന് പതുക്കെ അയൺ ചെയ്തിട്ടുണ്ട് എല്ലാ തുണികളും. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി വാഷ് ചെയ്ത് ആദ്യം ഒന്ന് നന്നായി വാഷ് ചെയ്തിട്ട് അയൺ ചെയ്യുള്ളൂ, കാരണം പഴയ തുണികളല്ലേ. അപ്പം നമ്മൾ ഒന്നും കൂടി വാഷ് ചെയ്ത് അയൺ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തയ്ക്കാനൊന്ന് ഇരിക്കാനായിട്ട് മാത്രം ചെയ്താൽ മതി. അപ്പം ഞാൻ എല്ലാ തുണികളും ഒന്ന് അയൺ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് നമ്മൾ വാഷ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു 6 ഇഞ്ചസ് ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇവിടെ ഒരു 6 ഇഞ്ചസ്, പിന്നെ ഇവിടെ ഒരു 6 ഇഞ്ച് ഒരു മാർക്കിംഗ് കൊടുക്കാം ഇവിടെ. എന്നിട്ട് നമുക്ക് ഒരു സ്ക്വയർ പീസ്, ഒരുപാട് സ്ക്വയർ പീസസ് കട്ട് ചെയ്തെടുക്കണം, 6x6 ഇഞ്ചസിൻ്റെ. അപ്പോൾ ഇതാ ഞാൻ ഒരുപാട് 6x6 ഇഞ്ചസിൻ്റെ ഒരുപാട് ഇങ്ങനെ പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി മടിയുള്ള ടൈപ്പ് ആണെങ്കിൽ ഇത് 6x6 പകരം ഒരു ഈ സ്ക്വയർ എത്ര വലുതാക്കി ഉണ്ടാക്കും, അപ്പം അത്രയും കുറവ് പണി വരുള്ളൂ നമുക്ക്. ഇപ്പം അത് 8 ഇഞ്ചസോ 9 ഇഞ്ചസോ ആണെങ്കിൽ ഇപ്പം നമുക്ക് വേഗം ആ ഏരിയ ഫില്ലാവും. അപ്പോൾ നമുക്ക് കുറച്ച് തയ്ച്ചാൽ മതി. അപ്പോൾ ഇതിലും ചെറിയ സ്ക്വയർ എടുത്താൽ ഒരുപാട് പണി ഉണ്ടാവും, ഇതിലും വലിയ സ്ക്വയർ എടുത്താൽ അത് ആ ക്വിൽറ്റ് വേഗം റെഡിയാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഈ സ്ക്വയറിൻ്റെ, പക്ഷേ എല്ലാ സ്ക്വയറും ഒരു സൈസ് ആയിരിക്കണം. നമുക്ക് ഈ പീസസ് ജോയിൻ ചെയ്യണം. അപ്പം ഞാൻ ഈ കളേഴ്സൊക്കെ റാൻഡം ആയിട്ടാണ് എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാറ്റേണിൽ ഇപ്പോൾ 2 കളർ മാത്രം യൂസ് ചെയ്യാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ ആൻഡ് ബ്ലാക്ക്, അങ്ങനെ 2 കളർ മാത്രമായിട്ട് റെഡ് ആൻഡ് ഗ്രീൻ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പല കളേഴ്സിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ റാൻഡം ആയിട്ടാണ് പീസസ് വെക്കുന്നത്, ഇങ്ങനെ ഓർഡറിലല്ല. നമുക്കിങ്ങനെ ഡയഗണലി ഒരു കളർ അങ്ങനെയൊക്കെ വെക്കാം. അപ്പോൾ നമുക്ക് അത്രയും തലനെ വർക്ക് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് റാൻഡമായി 2 പീസ് എടുത്തിട്ട് അത് സ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് 2 പീസസിനെ സ്യൂ ചെയ്യാം. ഈ 2 പീസും ഞാൻ ഒരു സൈഡിൽ സ്യൂ ചെയ്തിട്ടുണ്ട്. ഇതാണ്, ഇങ്ങനെയായി. നമ്മൾ ഇങ്ങനെ ഈ 2 പീസുകൾ വെച്ച് ഇത് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ റോങ് സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെയും റോങ് സൈഡ് വെച്ചിട്ട് ഇനി നമുക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യണം. ഇത് ഇങ്ങനെ. അപ്പം വേണ്ട ഇങ്ങനെ. അപ്പം നമ്മൾ ഈ 1 2 3 4 5 6 പീസസും സ്യൂ ചെയ്തു. ഒരു 6 കഷ്ണങ്ങൾ നമ്മളിങ്ങനെ സ്യൂ ചെയ്തു. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്.
എല്ലാം കൂടി സൂചി ചെയ്തു. അപ്പം നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം എത്ര നീളമുള്ള നമ്മൾ ക്വിൽറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ വീതി ഒരു 6 ഇങ്ങനത്തെ സ്ക്വയർസ്, പിന്നെ ഇങ്ങനെ ഒരു 12, ബ്രെത്ത് ഒരു 6 സ്ക്വയർസും, പിന്നെ അതിൻ്റെ ലെങ്ത്ത് ഒരു 12 സ്ക്വയർസും വെച്ചിട്ട്. അപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ക്വിൽറ്റിൻ്റെ അതിനൊരു പൊടി കൂടി വലുതാവുള്ളൂ. ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ക്വിൽറ്റ് അതൊരു റെക്റ്റാങ്കിൾ ആയിരുന്നു. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഇതുപോലത്തെ ഒരു 12 സ്ട്രിപ്സ് ഇതുപോലത്തെ വേണം. അപ്പോഴാണ് അത്ര കഷ്ടി ഒരാൾക്ക് കിടക്കാവുന്ന അങ്ങനത്തെ ക്വിൽറ്റ് ഇതാവുക. അല്ലെങ്കിൽ സ്ക്വയറായിട്ടും ഉണ്ടാക്കാം, ജസ്റ്റ് ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് 6 അല്ലേ, ഇങ്ങനെ ഒരു 6 ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒരു സ്ക്വയറായിട്ട് കിട്ടും. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ, നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ. ഇതുപോലത്തെ ഇപ്പം നമുക്ക് ഞാനൊരു റെക്റ്റാങ്കിൾ ക്വിൽറ്റാണ് ഉണ്ടാക്കണത്. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഇനി ഒരു 12 എണ്ണം കൂടിയും സെയിം ഇതുപോലത്തെ നമുക്ക് വേണം. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ വേറെ അടിച്ചിട്ട് നമ്മൾ ഈ സൈഡിൽ അത് വെച്ച് ജോയിൻ ചെയ്യും. ഇതുപോലെ ഇനി ഉണ്ടാക്കില്ലേ, അത് ഈ സൈഡിൽ വെച്ച് ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്ത് നമുക്കൊരു വലിയ ഇത് കിട്ടും ക്വിൽറ്റ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ രണ്ടെണ്ണം അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഇത് രണ്ടും കൂടിയും ഇങ്ങനെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ പോയിന്റുകൾ കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ അങ്ങനെ കറക്റ്റായിട്ട് പോയിന്റ്, എന്നാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് കറക്റ്റ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഇത്തിരിയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പോയിന്റ് കറക്റ്റ് അല്ല, കണ്ട ഇത്തിരി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയതായിട്ടൊന്ന് അങ്ങനെ കൊടുത്താൽ മതി. അത് അറിയില്ല, സ്യൂ ചെയ്ത് കഴിയുമ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ അത് അത്ര ചെറിയ ഇത് അറിയാൻ പോണില്ല. അപ്പോൾ ഇത് കണ്ട, ഇത് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഇത് തയ്ക്കുമ്പോൾ ഈ പോയിന്റുകൾ കറക്റ്റ്, നല്ല പ്ലസ് പോലെ കറക്റ്റായിട്ട് അവിടെ വരുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് ഇത്തിരി നീട്ടം കൂടില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഞെരി അവിടെ കൊടുത്താൽ മതി. എന്നാലും ആ പോയിന്റ് കറക്റ്റാക്കി എടുക്കണം തയ്ക്കുമ്പോൾ. ഇപ്പം ഇത് റൈറ്റ് സൈഡാണ്, കണ്ട തയ്യൽ അടിയിലാണ്, സൈഡിലാണ് തയ്യൽ പോയിക്കണത്, കണ്ട തയ്യൽ അടിയിലാണ് പോയിക്കുന്നത്. അപ്പോൾ ഇത് റൈറ്റ് സൈഡാണ്. ഈ റൈറ്റ് സൈഡും ഇതിനും റൈറ്റ് സൈഡാണ്. അപ്പോൾ റൈറ്റ് സൈഡും ഫേസ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ തുണി ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇത് കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോയിന്റുകൾ കറക്റ്റ് ഇവിടെ ഇങ്ങനെ വരണം. എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ റൈറ്റ് സൈഡ് ഇൻസൈഡാണ്, ഇതിൻ്റെ റൈറ്റ് സൈഡും ഇൻസൈഡാണ്, ഇതിൻ്റെ റൈറ്റ് സൈഡ് ഇൻസൈഡാണ്. വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ രണ്ട് പാനലും വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ 12ഉം ഇപ്പോൾ ഇത് ഫസ്റ്റ് ലൈനായി, സെക്കൻഡ് ലൈനായി, ഇങ്ങനെ തേർഡ്, ഫോർത്ത്, അങ്ങനെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ 12 എണ്ണം ഈ 12 ഈ റോസും വെച്ച് ഇതിൻ്റെ അടിയിൽ വെച്ച് തുന്നണം. ഇപ്പം നമ്മൾ എല്ലാ 12 റോസും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഷാബി ആയിട്ട് ഇരിക്കണേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് പഴയ കോട്ടൻ്റെ സാരി അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഷോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്വിൽറ്റിൻ്റെ സൈസിൽ 2 പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം, അതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് അടിക്കാനായിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഒരു ഷോളുണ്ട്, പിന്നെ ഇതേ ഇങ്ങനെ ഒരു പീസ് ഉണ്ട്. ഇതുപോലെ ഒരു പീസ് ഉണ്ട് വേസ്റ്റ് എൻ്റെ കയ്യിൽ. ഇതുപോലെ 2 പീസ് പഴയ സാരിയിലോ എന്തെങ്കിലും ഇങ്ങനെ അല്ലെങ്കിൽ ദുപ്പട്ടയിലും വെച്ചു അത് അതിൻ്റെ ബാക്കിൽ വെച്ച് കൊടുക്കാനാണ്. അപ്പം ഞാൻ ഈ പീസ് എടുത്തിട്ടുണ്ട് ബാക്കിൽ വെക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ഓറഞ്ച് ദുപ്പട്ട ഇട്ടിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും വേസ്റ്റ് ദുപ്പട്ട സാരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ക്വിൽറ്റിൻ്റെ സൈസിൽ കട്ട് ചെയ്ത് 2ഓ 3ഓ അങ്ങനെ ഇടാം. അപ്പോൾ 2-3 ലെയേഴ്സ് ഉണ്ടാകുമ്പോൾ അതൊന്നൊരു കട്ടി ഉണ്ടാവും, ഒരു പുതപ്പ്, ഒരു ബ്ലാങ്കറ്റിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2-3 ഇപ്പോൾ ഇൻസൈഡ് ഇപ്പോൾ നമ്മുടെ പഴയ എന്തെങ്കിലും തുണി വെച്ച് കൊടുത്താലും മതി, ഇപ്പോൾ കളറില്ലാത്ത തുണിയാണ്. അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ബാക്കിങ് കൊടുക്കാനായിട്ടാണ്. എൻ്റെ ക്വിൽറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു 1 പീസ് 2 പീസ് അങ്ങനെ ഇങ്ങനെ ഷോൾ 1 2 3. അപ്പോൾ 3 പീസസ് എന്തെങ്കിലും ഇതിൻ്റെ അടിയിൽ ബാക്കിങ്ങിന് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബാക്ക് സൈഡ് കാണുമ്പോൾ ഭയങ്കര വൃത്തികേടല്ലേ. അപ്പം അത് മാത്രമല്ല ഒന്നൊരു ബ്ലാങ്കറ്റ് പോലെ ഒരു കട്ടിങ് കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ 2-3 പീസുകൾ ഇതിൻ്റെ അടിയിൽ വെക്കണം. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ആ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിനെ ആ സെയിം ആ അറ്റത്ത് വെച്ച് കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബാക്കിലെ പീസും കൂടിയും വെച്ചിട്ട് അതായത് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ ഓൾറെഡി ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ കൂടെ കൊടുക്കുക. അറിയില്ല, ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ ഓൾറെഡി, അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഈ ബാക്കിലെ തുണിയും കൂടി വെച്ചിട്ട് അപ്പോൾ അതേ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ബാക്കിങ് വെച്ച് അടിക്കുകയാണ്.
അപ്പോൾ ഈ ബാക്കിലെ ഈ പരിപാടിയൊന്നും കാണില്ല, ഈ തയ്യലൊന്നും ഇതൊന്നും കാണില്ല. അപ്പം ഞാൻ ബാക്കിൽ ഒരു തുണി വെച്ച് അടിച്ചിട്ടുണ്ട്. 2-3 ലെയർ ബാക്കിൽ ദുപ്പട്ട എന്നിൽ വെച്ചാൽ കുറച്ചുകൂടി ബ്ലാങ്കറ്റിൻ്റെ ഫീൽ ഉണ്ടാവും, അപ്പോൾ കുറച്ചുകൂടി നല്ലതാവും. ഇനി നമ്മുടെ ക്വിൽറ്റിന് ലാസ്റ്റ് പരിപാടിയാണ് ബോർഡർ വെച്ച് തയ്ക്കണം. ഇത്ര ഒരു ബോർഡർ, അതിന് വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ചസിൻ്റെ ഒരു 5 ഇഞ്ചസ് ബ്രെത്തും പിന്നെ അങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു തുണി കട്ട് ചെയ്തെടുക്കുക. അതുകൊണ്ട് ഞാൻ വച്ചെടുത്തു. നല്ല റെഡ് കളർഫുൾ, എത്ര കളർഫുള്ളാവും അത്രയും ക്വിൽറ്റിന് ഭംഗി ഉണ്ടാവും. ഇനി നമ്മൾ ഇതിൻ്റെ ബോർഡർ ഉണ്ടാക്കാനായിട്ട് ഈ ക്വിൽറ്റിൻ്റെ നല്ല സൈഡും ഈ തുണിയുടെ ബോർഡറിൻ്റെ നല്ല സൈഡും വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ണ്ട്. അപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇനി ഇത് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ബാക്ക് സൈഡ് കണ്ട. അപ്പം ഇത് ഇനി ഒരു ചെറിയ ഒരു ഫോൾഡ് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും കൂടി നീറ്റാവും. ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പം അതിൻ്റെ ഇത് വേണ്ട ഒരു ബോർഡറായി. കണ്ടോ? അപ്പോൾ എൻ്റെ ബോർഡറൊക്കെ റെഡിയായി.